ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡൊക്കെ മറക്കാതെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായ സെൻറ്റൻസുകൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ സ്വയം ഉണ്ടാക്കാനും മേക്ക് ചെയ്യാനും പറ്റും. ഇന്നലെ ഭയങ്കര വർക്ക് തന്നെയായിരുന്നു. എനിക്കൊരു ഒഴിവും കിട്ടിയില്ല എന്ന് പറയില്ലേ, അതെങ്ങനെ ഇംഗ്ലീഷ് പറയുക? ഐ ഡിഡിൻ ഗെറ്റ് എനി റിലീഫ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് ഒരു ഒഴിവും കിട്ടിയില്ല. ഐ ഡിഡിൻ ഗെറ്റ് എനി റിലീഫ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് ഒരു ഒഴിവും കിട്ടിയില്ല. ഐ ഡിഡിൻ ഗെറ്റ് എനി റിലീഫ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് ഒരു ഒഴിവും കിട്ടിയില്ല. ഐ ഡിഡിൻ ഗെറ്റ് എനി റിലീഫ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് ഒരു ഒഴിവും കിട്ടിയില്ല. സന്ധ്യയ്ക്ക് മുമ്പേ വരണം എന്നെങ്ങനെ പറയാ? യു മസ്റ്റ് കം ബിഫോർ ഡസ്ക്. നീ സന്ധ്യയ്ക്ക് മുമ്പേ വരണം. യു മസ്റ്റ് കം ബിഫോർ ഡസ്ക്. നീ സന്ധ്യയ്ക്ക് മുമ്പേ വരണം. യു മസ്റ്റ് കം ബിഫോർ ഡസ്ക്. നീ സന്ധ്യയ്ക്ക് മുമ്പേ വരണം. യു മസ്റ്റ് കം ബിഫോർ ഡസ്ക്. നീ സന്ധ്യയ്ക്ക് മുമ്പേ വരണം. യു മസ്റ്റ് കം ബിഫോർ ഡസ്ക്. നീ സന്ധ്യയ്ക്ക് മുമ്പേ വരണം. യു മസ്റ്റ് കം ബിഫോർ ഡസ്ക്. നീ സന്ധ്യയ്ക്ക് മുമ്പേ വരണം. ഓഫീസറെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ന്യൂ ഓഫീസർ. പുതിയ ഓഫീസറെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ന്യൂ ഓഫീസർ. പുതിയ ഓഫീസറെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ന്യൂ ഓഫീസർ. പുതിയ ഓഫീസറെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ന്യൂ ഓഫീസർ. പുതിയ ഓഫീസറെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ന്യൂ ഓഫീസർ. പുതിയ ഓഫീസറെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഞാനൊന്നും പറഞ്ഞില്ല എന്നെങ്ങനെ പറയാം? ഐ ഡിഡിൻ സേ എനിത്തിങ് അബൌട്ട് യു. താങ്കളെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഐ ഡിഡിൻ സേ എനിത്തിങ് അബൌട്ട് യു. താങ്കളെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഐ ഡിഡിൻ സേ എനിത്തിങ് അബൌട്ട് യു. താങ്കളെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഐ ഡിഡിൻ സേ എനിത്തിങ് അബൌട്ട് യു. താങ്കളെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. കുറിച്ച് നിനക്ക് എന്തറിവ് കിട്ടി എന്നെങ്ങനെ പറയാം? വാട്ട് ഡിഡ് യു ലേൺ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നിനക്ക് എന്തറിവ് കിട്ടി? വാട്ട് ഡിഡ് യു ലേൺ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നിനക്ക് എന്തറിവ് കിട്ടി? വാട്ട് ഡിഡ് യു ലേൺ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നിനക്ക് എന്തറിവ് കിട്ടി? വാട്ട് ഡിഡ് യു ലേൺ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നിനക്ക് എന്തറിവ് കിട്ടി? വാട്ട് ഡിഡ് യു ലേൺ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നിനക്ക് എന്തറിവ് കിട്ടി? നീ രോഗത്തിന് മുമ്പ് ചികിത്സിക്കുകയാണെന്ന് എങ്ങനെ പറയാം? യു ആർ ട്രീറ്റിംഗ് ദ ഡിസീസ് ബിഫോർ ഇറ്റ് ഒക്കേഴ്സ്. നീ രോഗത്തിന് മുമ്പ് ചികിത്സിക്കുകയാണ്. യു ആർ ട്രീറ്റിംഗ് ദ ഡിസീസ് ബിഫോർ ഇറ്റ് ഒക്കേഴ്സ്. നീ രോഗത്തിന് മുമ്പ് ചികിത്സിക്കുകയാണ്. യു ആർ ട്രീറ്റിംഗ് മുമ്പ് ചികിത്സിക്കുകയാണെന്ന് എങ്ങനെ പറയാം? യു ആർ ട്രീറ്റിംഗ് ദ ഡിസീസ് ബിഫോർ ഇറ്റ് ഒക്കേഴ്സ്. നീ രോഗത്തിന് മുമ്പ് ചികിത്സിക്കുകയാണ്. യു ആർ ട്രീറ്റിംഗ് ദ ഡിസീസ് ബിഫോർ ഇറ്റ് ഒക്കേഴ്സ്. നീ രോഗത്തിന് മുമ്പ് ചികിത്സിക്കുകയാണ്. യു ആർ ട്രീറ്റിംഗ് ദ ഡിസീസ് ബിഫോർ ഇറ്റ് ഒക്കേഴ്സ്. നീ രോഗത്തിന് മുമ്പ് ചികിത്സിക്കുകയാണ്. യു ആർ ട്രീറ്റിംഗ് ദ ഡിസീസ് ബിഫോർ ഇറ്റ് ഒക്കേഴ്സ്. നീ രോഗത്തിന് മുമ്പ് ചികിത്സിക്കുകയാണ്. അവന് പേടിയില്ല എന്നെങ്ങനെ പറയാ? ഹീ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദ എക്സാം. പരീക്ഷയെക്കുറിച്ച് അവന് പേടിയില്ല. ഹീ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദ എക്സാം. പരീക്ഷയെക്കുറിച്ച് അവന് പേടിയില്ല. ഹീ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദ എക്സാം. പരീക്ഷയെക്കുറിച്ച് അവന് പേടിയില്ല.
ഹീ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദ എക്സാം. പരീക്ഷയെക്കുറിച്ച് അവന് പേടിയില്ല. ഹീ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദ എക്സാം. പരീക്ഷയെക്കുറിച്ച് അവന് പേടിയില്ല. വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിങ്ങനെ പറയാം. ഹീ ഈസ് കമ്മിങ് ഹോം. അവൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. 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 പോലെ പണിയെടുക്കുന്നു എന്നിങ്ങനെ പറയാം. ഹി വർക്ക്സ് ലൈക്ക് ആൻ ഓക്സ്. അവൻ കാളകളെ പോലെ പണിയെടുക്കുന്നു. ഹി വർക്ക്സ് ലൈക്ക് ആൻ ഓക്സ്. അവൻ കാളകളെ പോലെ പണിയെടുക്കുന്നു. ഹി വർക്ക്സ് ലൈക്ക് ആൻ ഓക്സ്. അവൻ കാളകളെ പോലെ പണിയെടുക്കുന്നു. ഹി വർക്ക്സ് ലൈക്ക് ആൻ ഓക്സ്. അവൻ കാളകളെ പോലെ പണിയെടുക്കുന്നു. അതേപോലെ പെരുമാറുന്നു എന്നെങ്ങനെ പറയാം. ദേ ബിഹേവ് ലൈക്ക് ദെയർ മദർ. അവർ അമ്മയെപ്പോലെ പെരുമാറുന്നു. 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 വേറെയില്ല എന്നെങ്ങനെ പറയാം. ദർ ഈസ് നോ അതർ തീഫ് ലൈക്ക് ഹിം. അവനെ പോലെ ഒരു കള്ളൻ വേറെയില്ല. ദർ ഈസ് നോ അതർ തീഫ് ലൈക്ക് ഹിം. അവനെ പോലൊരു കള്ളൻ വേറെയില്ല. ദർ ഈസ് നോ അതർ തീഫ് ലൈക്ക് ഹിം. അവനെ പോലൊരു കള്ളൻ വേറെയില്ല. ദർ ഈസ് നോ അതർ തീഫ് ലൈക്ക് ഹിം. അവനെ പോലൊരു കള്ളൻ വേറെയില്ല. കള്ളനല്ലെന്ന് എങ്ങനെ പറയാം. ഐ നോ ഹീ ഈസ് നോട്ട് എ തീഫ്. എനിക്കറിയാം അവൻ കള്ളനല്ലെന്ന്. ഐ നോ ഹീ ഈസ് നോട്ട് എ തീഫ്. എനിക്കറിയാം അവൻ കള്ളനല്ലെന്ന്. ഐ നോ ഹീ ഈസ് നോട്ട് എ തീഫ്. എനിക്കറിയാം അവൻ കള്ളനല്ലെന്ന്. ഐ നോ ഹീ ഈസ് നോട്ട് എ തീഫ്. എനിക്കറിയാം അവൻ കള്ളനല്ലെന്ന്. നാളെ അവധിയാണെന്ന് എങ്ങനെ പറയാം. ഐ നോ ടുമോറോ ഈസ് എ ഹോളിഡേ. എനിക്കറിയാം നാളെ അവധിയാണെന്ന്. ഐ നോ ടുമോറോ ഈസ് എ ഹോളിഡേ. എനിക്കറിയാം നാളെ അവധിയാണെന്ന്. ഐ നോ ടുമോറോ ഈസ് എ ഹോളിഡേ. എനിക്കറിയാം നാളെ അവധിയാണെന്ന്. ഐ നോ ടുമോറോ ഈസ് എ ഹോളിഡേ. എനിക്കറിയാം നാളെ അവധിയാണെന്ന്. അത് എന്നെങ്ങനെ പറയാം. ഐ ഡോണ്ട് നോ ദാറ്റ്. എനിക്കറിയില്ലായിരുന്നു അത്. 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 അതുകൊണ്ട് സാധനം കിട്ടില്ല എന്നെങ്ങനെ പറയാം. ഐ ഡിഡിൻറ്റ് പേ സോ ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദ ഐറ്റം. പൈസ കൊടുത്തില്ല അതുകൊണ്ട് സാധനം കിട്ടിയില്ല. ഐ ഡിഡിൻറ്റ് പേ സോ ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദ ഐറ്റം. പൈസ കൊടുത്തില്ല അതുകൊണ്ട് സാധനം കിട്ടിയില്ല. ഐ ഡിഡിൻറ്റ് പേ സോ ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദ ഐറ്റം. പൈസ കൊടുത്തില്ല അതുകൊണ്ട് സാധനം കിട്ടിയില്ല. ഐ ഡിഡിൻറ്റ് പേ സോ ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദ ഐറ്റം. പൈസ കൊടുത്തില്ല അതുകൊണ്ട് സാധനം കിട്ടിയില്ല. ഐ ഡിഡിൻറ്റ് പേ സോ ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദ ഐറ്റം. പൈസ കൊടുത്തില്ല അതുകൊണ്ട് സാധനം കിട്ടിയില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നെങ്ങനെ പറയാം. ഐ ഡിഡിൻറ്റ് ഗോ സോ ഇറ്റ് ഹാപ്പൻ. ഞാൻ പോയില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഐ ഡിഡിൻറ്റ് ഗോ സോ ഇറ്റ് ഹാപ്പൻ. ഞാൻ പോയില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഐ ഡിഡിൻറ്റ് ഗോ സോ ഇറ്റ് ഹാപ്പൻ. ഞാൻ പോയില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഐ ഡിഡിൻറ്റ് ഗോ സോ ഇറ്റ് ഹാപ്പൻഡ്. ഞാൻ പോയില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഐ ഡിഡിൻറ്റ് ഗോ സോ ഇറ്റ് ഹാപ്പൻ. ഞാൻ പോയില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അവൻ ചീത്ത പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ തല്ലി. ഹീ സെഡ് ബാഡ് തിങ്സ് സോ ഐ ഹിറ്റ് ഹിം. അവൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ തല്ലി. ഹീ സെഡ് ബാഡ് തിങ്സ് സോ ഐ ഹിറ്റ് ഹിം. അവൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ തല്ലി. ഹീ സെഡ് ബാഡ് തിങ്സ് സോ ഐ ഹിറ്റ് ഹിം.
അവൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ തല്ലി. അതുകൊണ്ട് ഞാൻ അവനെ തല്ലി എന്നെങ്ങനെ പറയാ? ഹീ സെഡ് ബാഡ് തിങ്സ് സോ ഐ ഹിറ്റ് ഹിം. അവൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ തല്ലി. ഹീ സെഡ് ബാഡ് തിങ്സ് സോ ഐ ഹിറ്റ് ഹിം. അവൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ തല്ലി. ഹീ സെഡ് ബാഡ് തിങ്സ് സോ ഐ ഹിറ്റ് ഹിം. അവൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ തല്ലി. ഹീ സെഡ് ബാഡ് തിങ്സ് സോ ഐ ഹിറ്റ് ഹിം. അവൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ തല്ലി. ഞാനൊരു വണ്ടി മേടിച്ചു എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ ബസ് സോ ഐ ബോട്ട് എ കാർ. ബസ്സില്ല, അതുകൊണ്ട് ഞാനൊരു വണ്ടി വാങ്ങിച്ചു. ദർ ഈസ് നോ ബസ് സോ ഐ ബോട്ട് എ കാർ. ബസ്സില്ല, അതുകൊണ്ട് ഞാനൊരു വണ്ടി വാങ്ങിച്ചു. ദർ ഈസ് നോ ബസ് സോ ഐ ബോട്ട് എ കാർ. ബസ്സില്ല, അതുകൊണ്ട് ഞാനൊരു വണ്ടി വാങ്ങിച്ചു. ദർ ഈസ് നോ ബസ് സോ ഐ ബോട്ട് എ കാർ. ബസ്സില്ല, അതുകൊണ്ട് ഞാനൊരു വണ്ടി വാങ്ങിച്ചു. അതുകൊണ്ട് ചിലവ് വർദ്ധിച്ചു എന്നെങ്ങനെ പറയാം? ഐ ഗോട്ട് മാരീഡ് സോ ദ എക്സ്പെൻസസ് ഇൻക്രീസ്ഡ്. ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ചിലവ് കൂടി. ഐ ഗോട്ട് മാരീഡ് സോ ദ എക്സ്പെൻസസ് ഇൻക്രീസ്ഡ്. ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ചിലവ് വർദ്ധിച്ചു. ഐ ഗോട്ട് മാരീഡ് സോ എക്സ്പെൻസസ് ഇൻക്രീസ്ഡ്. ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ചിലവ് വർദ്ധിച്ചു. അതുകൊണ്ട് ചിലവ് വർദ്ധിച്ചു എന്നെങ്ങനെ പറയാം? ഐ ഗോട്ട് മാരീഡ് സോ ദ എക്സ്പെൻസസ് ഇൻക്രീസ്ഡ്. ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ചിലവ് കൂടി. ഐ ഗോട്ട് മാരീഡ് സോ ദ എക്സ്പെൻസസ് ഇൻക്രീസ്ഡ്. ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ചിലവ് വർദ്ധിച്ചു. ഐ ഗോട്ട് മാരീഡ് സോ ദ എക്സ്പെൻസസ് ഇൻക്രീസ്ഡ്. ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ചിലവ് വർദ്ധിച്ചു. ഐ ഗോട്ട് മാരീഡ് സോ ദ എക്സ്പെൻസസ് ഇൻക്രീസ്ഡ്. ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ചിലവ് വർദ്ധിച്ചു. ആയതുകൊണ്ട് മുറ്റത്ത് ബോർഡ് വെച്ചു. ഹി പുട്ട് അപ്പ് എ സൈൻ ഇൻ ദ യാർഡ് ബിക്കോസ് ഹി വാസ് എ ലോയർ. അദ്ദേഹം വക്കീലായതുകൊണ്ട് മുറ്റത്ത് ബോർഡ് വെച്ചു. ഹി പുട്ട് അപ്പ് എ സൈൻ ഇൻ ദ യാർഡ് ബിക്കോസ് ഹി വാസ് എ ലോയർ. അദ്ദേഹം വക്കീലായതുകൊണ്ട് മുറ്റത്ത് ബോർഡ് വെച്ചു. ഹി പുട്ട് അപ്പ് എ സൈൻ ഇൻ ദ യാർഡ് ബിക്കോസ് ഹി വാസ് എ ലോയർ. അദ്ദേഹം വക്കീലായതുകൊണ്ട് മുറ്റത്ത് ബോർഡ് വെച്ചു. ഹി പുട്ട് അപ്പ് എ സൈൻ ഇൻ ദ യാർഡ് ബിക്കോസ് ഹി വാസ് എ ലോയർ. അദ്ദേഹം വക്കീലായതുകൊണ്ട് മുറ്റത്ത് ബോർഡ് വെച്ചു. ബോംബെയിൽ ധാരാളം ഫാക്ടറികളുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഐ ഗോ ടു ബോംബെ ബിക്കോസ് ദർ ആർ മെനി ഫാക്ടറീസ് ദർ. ബോംബെയിൽ ഫാക്ടറികൾ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഐ ഗോ ടു ബോംബെ ബിക്കോസ് ദർ ആർ മെനി ഫാക്ടറീസ് ദർ. ബോംബെയിൽ ഫാക്ടറികൾ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഐ ഗോ ടു ബോംബെ ബിക്കോസ് ദർ ആർ മെനി ഫാക്ടറീസ് ദർ. ബോംബെയിൽ ധാരാളം ഫാക്ടറികൾ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഐ ഗോ ടു ബോംബെ ബിക്കോസ് ദർ ആർ മെനി ഫാക്ടറീസ് ദർ. ബോംബെയിൽ കൂടുതൽ ഫാക്ടറികൾ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്ന പോലെ പറയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, ആ വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. കൂടുതൽ സെൻറ്റൻസുകൾ പഠിക്കുക, കൂടുതൽ വേർഡ്സുകൾ പഠിക്കുക. അപ്പോഴേ ഫ്ലുവൻസി ഡെവലപ്പ് ആവുള്ളൂ. ഇതൊന്നും പഠിച്ചാൽ മാത്രം പോരാ, ഇത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യും വേണം. നമ്മൾ മറ്റുള്ളവരോട് പറയുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലെങ്കിലും പറഞ്ഞു പഠിക്കുക. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് അത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.